വി ഡി സതീശന് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഇപ്പോൾ കൊടുക്കാം, അടുത്ത പ്രാവശ്യം നിർബന്ധമായി വി ഡി സതീശന് തന്നെ എന്നൊരു പാക്കേജ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. സംഘടനാ സെക്രട്ടറി എന്നുള്ള നിലയിലും എം പി ആയിരുന്നു, MLA ആയിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, സംസ്ഥാന മന്ത്രിയായിരുന്നു, KSU യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, അങ്ങനെ പല ഘടകങ്ങൾ പരിശോധിക്കുകയും സംഘടനയ്ക്കകത്ത് സംഘടനയെ പിടിച്ചു നിർത്തുന്ന ആളെന്നൊക്കെ ഉള്ള നിലയിൽ ഡൽഹിയിലൊക്കെ നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ് KC വേണുഗോപാൽ. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം 40 സീറ്റിൽ നിന്ന് 102 സീറ്റിലേക്ക് കൊണ്ടുവരുന്നതിലേക്കുള്ള വലിയ എഫർട്ട് വി ഡി സതീശൻ എടുത്തിട്ടുണ്ട്. പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ സാറിന് വിളിക്കേണ്ടി വരും. അവർ ഡയസിലിരിക്കുകയാണെങ്കിൽ അത് എങ്കിൽ കേരളം കാണുന്ന മറ്റൊരു കൗതുകം കാണാൻ പറ്റും നമുക്ക്. 102 സീറ്റ് എന്ന് പറയുന്നതിൽ ഒരു 75-80 സീറ്റൊക്കെ വെച്ചോളൂ നിങ്ങൾ, അല്ലെങ്കിൽ 85 സീറ്റ് കോൺഗ്രസ് വെച്ചോളൂ. ബാക്കി 15-2-17 അല്ലെങ്കിൽ 20 സീറ്റ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ സീറ്റുകളല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാത്രം വോട്ട് കൊണ്ടല്ല, UDFിൻ്റെ മാത്രം വോട്ട് കൊണ്ടല്ല. നമസ്കാരം. പുതിയ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. എങ്കിലും മന്ത്രിസഭയിൽ ഏതൊക്കെ MLA-മാരായിരിക്കും മന്ത്രിമാരായി എത്തുക എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഈ മന്ത്രിമാരെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? സ്ഥലത്തിൻ്റെയും അതായത് മണ്ഡലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണോ പരിഗണിക്കേണ്ടത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക നിരീക്ഷകനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. മുഖ്യമന്ത്രിയായി 3 നേതാക്കൾ ഒരേപോലെ വന്നു. പഴയ കാണണമെങ്കിൽ ഒരു ബലാബലമുണ്ട്. ഒന്നുകിൽ കരുണാകരൻ, അല്ലെങ്കിൽ AK ആൻ്റണി, ഉമ്മൻചാണ്ടിയുടെ കാലം വരെ അങ്ങനെ ഒരു ഏറ്റവും സീനിയർ നേതാവെന്നൊരു ബലമുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു സീനിയർ നേതാവെന്ന് പറയുന്ന ബലം പറയാൻ കഴിയില്ല. കാരണം ഇവരെല്ലാവരും രണ്ടുപേരും വി ഡി സതീശൻ ഇപ്പോൾ ഉയർന്നു വന്നിട്ട ആളാണ്. അതേസമയം കുറച്ചുകൂടി ഒരേ കാലഘട്ടത്തിൽ വന്ന ആളാണ് നമ്മുടെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും. സംഘടനാ സെക്രട്ടറി എന്നുള്ള നിലയിലും MP ആയിരുന്നു, MLA ആയിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, സംസ്ഥാന മന്ത്രിയായിരുന്നു, KSU യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, അങ്ങനെ പല ഘടകങ്ങൾ പരിശോധിക്കുകയും സംഘടനയ്ക്കകത്ത് സംഘടനയെ പിടിച്ചു നിർത്തുന്ന ആളെന്നൊക്കെ ഉള്ള നിലയിൽ ഡൽഹിയിലൊക്കെ നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ് KC വേണുഗോപാൽ. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ പ്രായം മുതൽ അയാൾ KSU യൂത്ത് കോൺഗ്രസ്, പിന്നെ NSUവിൻ്റെ പ്രസിഡൻറ്റ്, പിന്നെ നാഷണൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് മന്ത്രി, ചെറിയ പ്രായത്തിൽ മന്ത്രി, ആഭ്യന്തരമന്ത്രി, നിരവധി വർഷം MLA, പ്രതിപക്ഷ നേതാവ്, അങ്ങനെ ഒരുപാട് മെരിറ്റുണ്ട്. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം 40 സീറ്റിൽ നിന്ന് 102 സീറ്റിലേക്ക് കൊണ്ടുവരുന്നതിലേക്കുള്ള വലിയ എഫർട്ട് വി ഡി സതീശൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 പേരും ഒരു പാക്കേജായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കേൾക്കുന്ന അനുസരിച്ച് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയും ആരെങ്കിലും ഉപമുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് ഇപ്പോൾ ഇല്ലെന്നാണ് പറയുന്നത്. രമേശ് ചെന്നിത്തല ഇനി അഖിലേന്ത്യാ തലത്തിലേക്ക് പൊക്കുമോ എന്നറിയില്ല, സംഘടനാ സെക്രട്ടറി ആയിട്ട് പൊക്കുമോ എന്നറിയില്ല. വി ഡി സതീശന് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഇപ്പോൾ കൊടുക്കാം, അടുത്ത പ്രാവശ്യം നിർബന്ധമായി വി ഡി സതീശന് തന്നെ എന്നൊരു പാക്കേജ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. നന്നായി ഭരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രാവശ്യം കൂടെ വരാം. പെട്ടെന്ന് കഴിയുമല്ലോ, 5 വർഷം ഒന്നുകൂടെ ഓടിപ്പോകുമല്ലോ. അപ്പോൾ അടുത്ത 5 വർഷം കഴിയുമ്പോൾ വി ഡി സതീശന് കൃത്യമായി കൊടുക്കാം എന്നൊരു പാക്കേജ് വരുമോ? അങ്ങനെയാണെങ്കിൽ ധനകാര്യ വകുപ്പോ, ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് എന്തായാലും മുഖ്യമന്ത്രി കൊടുക്കാൻ സാധ്യതയില്ല, ധനകാര്യ വകുപ്പ് പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പ് കൊടുക്കാനുള്ള സാധ്യത, ഇങ്ങനെയാണ് ഒരു പാക്കേജ് വരാനുള്ള സാധ്യത കാണുന്നത്. പക്ഷേ എന്തായാലും ഇത് എന്ത് പാക്കേജ് ആയാലും കുറച്ചുകൂടെ വേഗത്തിൽ അവർക്ക് ചെയ്യാമായിരുന്നു. ഈ ഒരു ചെറിയൊരു ശോഭ കെട്ടതുപോലെ തോന്നുന്നുണ്ട്, കാരണം സമയമെടുക്കും. പക്ഷേ ഈ 3 പേരൊക്കെ വന്നതുകൊണ്ടുള്ള ചില അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് മീഡിയയൊക്കെ വളരെ വൈബ്രൻ്റായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. നേരത്തെ ഇതുപോലത്തെ സമയം എടുത്തിട്ടുണ്ട്, CPM-നകത്ത് എടുത്തിട്ടുണ്ട്, BJP ഡൽഹിയിൽ വളരെ താമസിച്ചാണ് എടുത്തത്, 50 ദിവസം എടുത്തോളം എടുത്തു BJP. പക്ഷേ എന്നാലും ഇത് മീഡിയയൊക്കെ കൂടെ ഇങ്ങനെ വളരെ ലൈവായി നിൽക്കുന്നത് കൊണ്ട് ഒരു എന്തൂസിയാസം ഉണ്ട്. 102 സീറ്റൊക്കെ പിടിച്ചതുകൊണ്ട് ആര് വരുന്നു എന്നറിയാൻ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു 3 പേർ തുല്യ സാധ്യതയെങ്കിലും KCക്കാണ് ഇപ്പോഴത്തെ ഒരു കൂടുതൽ സാധ്യത. KC ആയിരുന്നു ഈ പൈസയൊക്കെ മൊബിലൈസ് ചെയ്തതും. KCയുടെ കയ്യിൽ നിന്നല്ല, പക്ഷേ എങ്കിലും നാഷണൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ KCയാണ് അതിൻ്റെ ഒരു പ്രധാന ആളായിരുന്നു. അതുകൊണ്ടായിരിക്കും MLA-മാരൊക്കെ കൂടുതൽ KCയുടെ കൂടെ നിന്നത്. പക്ഷേ വേറെ കണക്ക് വരുന്നുണ്ട്, MLA-മാർ വി ഡി സതീശൻ്റെ കൂടെ നിന്നു എന്നൊരു കണക്കും ഇപ്പോൾ നാഷണൽ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്ഥിതി. ഇനി മന്ത്രിമാർ ആരൊക്കെ ആകും എന്നുള്ളതാണ്. മറ്റ് മന്ത്രിമാർ ഇപ്പോൾ 4 മന്ത്രിമാരെ ലീഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി പ്രധാനപ്പെട്ട വകുപ്പായിരിക്കും, അവർ ഏറ്റവും പ്രധാന വകുപ്പുകൾ ചോദിക്കും. അത് കഴിഞ്ഞ് PK ബഷീർ, സിദ്ദി ഹാജിൻ്റെ മകൻ PK ബഷീർ, പിന്നെ ഷാജി, ഷംസുദ്ദീൻ, 4 പേരായി കഴിഞ്ഞു. കേരള കോൺഗ്രസിൽ നിന്ന് ജോസഫ് സാറിൻ്റെ മോൻ ജോസഫിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. മോൻ ജോസഫായിരിക്കും 2ാം മന്ത്രിയോ, അതിന് സാധ്യത വളരെ കുറവാണ്. അങ്ങനെ എന്തായാലും ഉണ്ടെങ്കിൽ മാത്രമേ പിന്നെ അടുത്ത പേരുകളിലേക്ക് പോകുള്ളൂ. ചീഫ് വിപ്പായിട്ട് തോമസ് ഉണ്ണിയാടൻ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കറോ, കാരണം വളരെ സീനിയർ നേതാവാണ്.
പിന്നെ കിടക്കുന്ന ഷിബു ബേബി ജോൺ. ഷിബു ബേബി ജോൺ ചിലപ്പോൾ ജലവകുപ്പ് മന്ത്രിയാകാനുള്ള സാധ്യത കാണുന്നു. കഴിഞ്ഞ പ്രാവശ്യം തൊഴിൽ മന്ത്രിയായിരുന്നു, അപ്പം അദ്ദേഹത്തിനൊരു സാധ്യതയുണ്ട്. സഹകരണം, കപ്പൽ, അങ്ങനെ തുറമുഖമൊക്കെ കൂടെ ഉണ്ടല്ലോ, അത് CP ജോൺ വരാനാണ് സാധ്യത. കാരണം അദ്ദേഹത്തിന് അതിനകത്തൊരു താല്പര്യമുണ്ട്. ഇനി നഗരാസൂത്രണം എല്ലാം കൂടി വരുമ്പോൾ പഞ്ചായത്തിൻ്റെ മന്ത്രിയാവുമെന്നും അറിയത്തില്ല. പഞ്ചായത്ത് വകുപ്പിന് ലീഗിൽ നിന്ന് എടുത്തിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പോൾ അനൂപ് ജേക്കബ് വരുന്നുണ്ട്. അനൂപ് ജേക്കബിന് ചിലപ്പം ഭക്ഷ്യം തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളം കൊടുക്കാനും, വെള്ളം എന്ന് പറഞ്ഞാൽ ജലം കൊടുക്കാനും സാധ്യതയുണ്ട്. ഇനി തൊഴിൽ ചിലപ്പോൾ കൊടുത്തിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് കോൺഗ്രസ്. പിന്നെ മാണി സി കാപ്പന് ചിലപ്പോൾ 2.5 വർഷം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ KK രമയ്ക്ക് കൊടുക്കുമോ? അതിന് KK രമയെ പിടിച്ച് ഡെപ്യൂട്ടി സ്പീക്കർ. KK രമ ഡെപ്യൂട്ടി സ്പീക്കർ ആക്കണമെങ്കിൽ നല്ല കൗതുകമായിരിക്കും. എല്ലാവരും എന്ത് വിളിക്കേണ്ടി വരും? പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ സാറിന് വിളിക്കേണ്ടി വരും. അവർ ഡയസിലിരിക്കുകയാണെങ്കിൽ. അത് എങ്കിൽ വേറെ കേരളം കാണുന്ന മറ്റൊരു കൗതുകം കാണാൻ പറ്റും. നമുക്ക് അറിയില്ല. ഡെപ്യൂട്ടി സ്പീക്കറാക്കാൻ സാധ്യതയില്ല. പിന്നെ വരുന്നത് കോൺഗ്രസിനകത്താണ്. കോൺഗ്രസിനകത്ത് ചിന്തിക്കുമ്പോൾ 2-3 ഘടകങ്ങൾ അവരെടുക്കും. ഒന്ന് ഏറ്റവും സീനിയർ അംഗങ്ങൾ. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൃത്യമായി ഒന്നുകിൽ ധനകാര്യ വകുപ്പ് മന്ത്രി, അല്ലെങ്കിൽ റവന്യൂ വകുപ്പ് മന്ത്രി. ഇനി തിരുവഞ്ചൂരിനെ സ്പീക്കറാക്കണേ, ചിലപ്പോൾ സ്പീക്കറാക്കും. അല്ലെങ്കിൽ തിരുവഞ്ചൂരിന് വളരെ പ്രമുഖമായൊരു വകുപ്പ് കാണാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിയായിട്ട് പോലും തിരുവഞ്ചൂരിനെ പരിഗണിക്കാവുന്ന ഒരാളാണ്. വളരെ സീനിയറായിട്ടുള്ള നേതാവ്. മുരളീധരൻ തിരുവനന്തപുരത്ത് നിന്ന് തീർച്ചയായിട്ടും മന്ത്രിസ്ഥാനത്തേക്ക് ഉണ്ടാവാൻ. ആരോഗ്യവകുപ്പാണ് പുള്ളി കുറച്ച് ദിവസം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ആരോഗ്യവകുപ്പ് ആവുമെന്നറിയില്ല. പക്ഷേ ആരോഗ്യവകുപ്പ് ലീഗിന് കൊടുത്തിട്ട് വിദ്യാഭ്യാസം എടുക്കണമെന്നൊരു ചർച്ചയും ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ വരുമോയെന്നറിയില്ല. പിന്നെ വരാൻ സാധ്യതയുള്ള മന്ത്രിമാരെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തിരുവനന്തപുരം മുതൽ നമ്മൾ അങ്ങോട്ട് എടുത്താൽ, തിരുവനന്തപുരത്തുനിന്ന് ശക്തൻ ഒരു സാധ്യതയുള്ള നാടാർ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിൻസെൻറ്റും വളരെ പ്രധാനപ്പെട്ട ഒരു ടീമാണ്. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം, ആരാണോ മുഖ്യമന്ത്രി ആകുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയൊരു വില കാണും. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമിനാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു, ഇപ്പോൾ 2 ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 2 പേരുണ്ടെങ്കിൽ അതിൽ ആര് വേണം എന്നുള്ളത് പറയുന്നതിൽ ആരാണോ മുഖ്യമന്ത്രി അവരൊക്കെ ഒരു സേ കാണും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ തിരുവനന്തപുരം അങ്ങനെ പോകും. കൊല്ലം ജില്ലയിൽ 2 പേരാണ്. അതിൽ ഒരാൾ നിർബന്ധമാകും. വി.സി. വിഷ്ണുനാഥ് നിർബന്ധമാകാൻ സാധ്യതയുണ്ട്, തീർച്ചയായിട്ടും ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ബിന്ദു കൃഷ്ണ ഡിപ്പെൻസ് ഓൺ ഷാനിമോൾ ഉസ്മാൻ ആവുകയാണെങ്കിൽ ബിന്ദു കൃഷ്ണ ആവാൻ സാധ്യതയില്ല. അതിന് 2 പേർക്കും കൊടുക്കുമോ? പിന്നെ കിടക്കുന്ന തുളസി, വിദ്യാ ബാലകൃഷ്ണൻ എന്നൊക്കെ പറയുന്ന വേറെ ടീമുകളാണ് അങ്ങോട്ട് വടക്കോട്ട് കിടക്കുന്നത്. അപ്പോൾ അതാണ് സംഭവം. എന്തായാലും വനിതകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും. ബിന്ദു കൃഷ്ണയ്ക്ക് കൊടുത്താൽ ചിലപ്പോൾ സിദ്ദിഖിനോ അൻവർ സാദത്തിനോ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. ഈ പഠിച്ചാൽ കോൺഗ്രസ്സിലെ മന്ത്രിമാരെ എടുക്കുന്ന രീതി പഠിച്ചാൽ. പിന്നെ പത്തനംതിട്ട ജില്ല നേരത്തെയും പഴകുളം മധു ഒരു സീനിയർ നേതാവാണ്, ജനറൽ സെക്രട്ടറിയൊക്കെയാണ്, സൗമ്യനാണ് അദ്ദേഹത്തിന്. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം പറയാണ്, ഭാഷാ വകുപ്പ് ഉണ്ടാക്കണം. ഭാഷാ വകുപ്പ് ഇപ്പോൾ ഇല്ല, മലയാള ഭാഷയ്ക്ക് ഒരു വകുപ്പില്ല. ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കേണ്ട ഒരു വകുപ്പാണ്. മലയാള ഭാഷ വകുപ്പ് ഉണ്ടാക്കി സാംസ്കാരിക കാര്യങ്ങളൊക്കെയാണ് പഴകുളം മധു കൈകാര്യം ചെയ്യുന്നത്, പബ്ലിക്കേഷനും അതും ഇതൊക്കെ, പ്രിയദർശനം. പിന്നെ ദേവസ്വം എന്തായാലും റാന്നി പെരുന്നാളിലാണല്ലോ നമ്മളെ ശബരിമല അയ്യപ്പ ഇരിക്കുന്നത്. അപ്പോൾ ശബരിമലയ്ക്ക് ഒരു പ്രത്യേക പ്രാധാന്യം കിട്ടാൻ വേണ്ടി റാന്നി MLA നമുക്ക് ചിന്തിക്കേണ്ടത് എന്താണ്? പഴകുളം മധുവിനെ ചിന്തിക്കേണ്ടത് ദേവസ്വം മന്ത്രിയായിട്ടും പിന്നെ സാംസ്കാരിക വകുപ്പും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല മനോഹരമായിരിക്കും. അത് ഭാഷാ വകുപ്പ് ഉണ്ടാക്കണം. പിന്നെ സീനിയർ സിറ്റിസൻ്റെ ഒരു വകുപ്പ് ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അത് ഈ 5 പരിപാടിയിലുണ്ട്, ഗ്യാരണ്ടിയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വകുപ്പ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതിപ്പം അതങ്ങനെ അങ്ങ് അതങ്ങ് പോകും. ആലപ്പുഴ ഇപ്പോൾ ലിജു വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. ഷാനിമോൾ ഉസ്മാൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സുധാകരൻ ഇനി എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നറിയില്ല. വളരെ സീനിയർ നേതാവാണ്. വിസ്മയം സൃഷ്ടിക്കുന്നതിന് വേണ്ടി സുധാകരന് മന്ത്രിസ്ഥാനം കൊടുക്കുമോ അത് നമുക്കറിയത്തില്ല. ആലപ്പുഴയിൽ നമ്മൾ നേരെ കയറി കഴിഞ്ഞാൽ കോട്ടയത്ത് 2 ചേട്ടന്മാരാണ് ഇടിച്ചു നിൽക്കുന്നത്. 2 അല്ല 3 പേർ ഇടിച്ചിട്ടുണ്ട്. ഒന്ന് തിരുവഞ്ചൂരിൻ്റെ നമ്മൾ പറഞ്ഞു. രണ്ടാമത് ചാണ്ടി ഉമ്മൻ, ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രതിനിധിയായിട്ട് ചാണ്ടി ഉമ്മൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓർത്തഡോക്സ് സഭ പറയുന്ന ഏക പേര് ചാണ്ടി ഉമ്മൻ്റെ പേരാണ്. അപ്പോൾ അത് അങ്ങനെ പോകും. പക്ഷേ നാട്ടക സുരേഷ് ഈഴവ കമ്മ്യൂണിറ്റിക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് വരണം എന്നുള്ള കഥ പറയുമ്പോൾ ഇനി നാട്ടക സുരേഷുകാർ വരുമോ? ഒരു SNDPയുടെ അഭിപ്രായമൊക്കെ എടുക്കും. അങ്ങനെയാണ് നാട്ടക സുരേഷ് വാസവനെ തോൽപ്പിച്ച നാട്ടക സുരേഷുകാർ വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ മോൻസ് ജോസഫ് എന്തായാലും പറഞ്ഞു കഴിഞ്ഞു കടുത്തുരുത്തി നിന്ന്. പിന്നെ മാണി സി കാപ്പൻ്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു. അത് 2.5 വർഷമായിരിക്കും, ചിലപ്പോൾ 5 വർഷമായിരിക്കത്തില്ല. എറണാകുളത്തുനിന്ന് ഉള്ള പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട TJ വിനോദ് 3-4 തവണ വിജയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ TJ വിനോദിൻ്റെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മുഹമ്മദ് ഷിയാസ് ഇപ്പോൾ ആദ്യമായിട്ട് ജയിച്ചതേ ഉള്ളൂ, അതിന് സാധ്യതയില്ല. പിന്നെ അൻവർ സാദത്താണ്. പിന്നെ ആലുവ വളരെയധികം. പിന്നെ റോജി M. ജോൺ ഉണ്ട്, അദ്ദേഹം സീനിയറാണ്, ഈ പ്രായം കൊണ്ട് ജൂനിയറാണ്, പക്ഷേ പ്രവൃത്തിയുണ്ട്. അങ്ങനെ ഏതെങ്കിലും ടീമായിരിക്കും. തൃശ്ശൂരിൽ നിന്ന് വരാൻ സാധ്യത ഇപ്രാവശ്യം കുറവായിരിക്കും. കാരണം തൃശ്ശൂരിന് അങ്ങനെ TN പ്രതാപൻ ജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രിയാകുമായിരുന്നു. പക്ഷേ TN പ്രതാപന് ജയിക്കാത്ത സാഹചര്യത്തിൽ അവിടെ നിന്നിപ്പോൾ തൃശ്ശൂർ സീരിയസ് ആയിട്ട് ആരുമില്ല.
പാലക്കാട് നിന്ന് ഷംസുദ്ദീൻ മന്ത്രി വന്ന് കഴിഞ്ഞു ആൾറെഡി ലീഗിൻ്റെ. അതുകൊണ്ട് ഇനി പാലക്കാട് നിന്ന് വരുമോ എന്നുള്ള സാധ്യത നമുക്കറിയില്ല. പിന്നെ പോകുന്ന പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ഭാഗത്താണുള്ളത്. കണ്ണൂരിൽ നിന്ന് സണ്ണി ജോസഫ് നിർബന്ധം വരും, ഈ KPCC പ്രസിഡൻ്റ് ആയിരിക്കും. അപ്പോൾ KPCC പ്രസിഡൻ്റായിട്ട് കൊടിക്കുന്നിൽ സുരേഷോ അല്ലെങ്കിൽ ബെന്നി ബെഹനാനോ ഷാഫി പറമ്പിലോ പിന്നെ ആൻ്റണി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഇപ്രാവശ്യം ആർക്ക് കൊടുക്കണം? കൊടിക്കുന്നിൽ സുരേഷിന് കൊടുക്കണം. കാരണം അദ്ദേഹം വളരെ സീനിയറായി കഴിഞ്ഞു, കേന്ദ്രമന്ത്രിയായി. മാത്രമല്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് അങ്ങനെ ഒരാൾ ഉയർന്നു വന്ന വലിയ നേതാവാണ് അദ്ദേഹം. ഇപ്രാവശ്യം കൊടിക്കുന്നിൽ സുരേഷിനെ എല്ലാവരും പരീക്ഷിച്ചല്ലോ. സണ്ണി ജോസഫിനെ പരീക്ഷിച്ചു, MM ഹസൻ, എല്ലാവരും പരീക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പ്രാവശ്യം പിന്നെ കൊടിക്കുന്നിൽ സുരേഷിന് ഒരു സാധ്യത കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് പിന്നെ സാധ്യതയുള്ളത്, പിന്നെ കണ്ണൂരിൽ നിന്ന് ലീഗിൽ നിന്ന് ആരും സാധ്യതയില്ല, സന്ദീപ് വാര്യർ ആ ടീമിനൊന്നും സാധ്യതയില്ല. പിന്നെ കോൺഗ്രസ്സിനകത്ത് ജയിച്ചതാരാ കണ്ണൂരിൽ? കണ്ണൂരിൽ ഇത്ര തന്നെ. അപ്പോൾ നമ്മൾ 12 കൂടുതൽ പറഞ്ഞു. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സാധ്യത. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കഥ വരാനുള്ളത്, നായർ കമ്മ്യൂണിറ്റി സീനിയോറിറ്റി നോക്കും, തീർച്ചയായിട്ടും നോക്കും. യൂത്ത് കോൺഗ്രസ്സിനും എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ നോക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നായർ കമ്മ്യൂണിറ്റിയുടെ ഒരു ബാലൻസ്. കാര്യം മുഖ്യമന്ത്രി നായരാണ്. അപ്പോൾ വീണ്ടും ഒരുപാട് മന്ത്രിമാർ നായർ വരാതിരിക്കാൻ അവർ ശ്രമിക്കും. ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രാതിനിധ്യം നോക്കും. ഓർത്തഡോക്സ് സഭ, ക്രിസ്ത്യനിൽ ഓർത്തഡോക്സ് സഭയാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. പിന്നെ സണ്ണി ജോസഫ് ഉണ്ടല്ലോ. പിന്നെ നാടാർ കമ്മ്യൂണിറ്റിക്ക് പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ ഇനി MR ബൈജുവും പുതിയ ആളാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ അദ്ദേഹം നേരത്തെ ജില്ലാ പഞ്ചായത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3 പേരിൽ ഒരാളാകാനുള്ള. അപ്പോൾ ഇതാണ് ഒരു നമ്പർ. പക്ഷേ ഡിപ്പെൻസ് ഓൺ ആരാണ് മുഖ്യമന്ത്രി എന്ന് വന്നാൽ അതനുസരിച്ചായിരിക്കും. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നത്, നമുക്ക് പല മന്ത്രിമാരും വരുമ്പോഴും 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അത് ഭാഷാ മന്ത്രിയെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് സീനിയർ സിറ്റിസൻ്റെ മന്ത്രി പറഞ്ഞു. പിന്നെ ദേവസ്വം മന്ത്രിയാണ് പ്രധാനം. ദേവസ്വം മന്ത്രി എന്ന് പറയുന്നത് പലപ്പോഴും ഈ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് എടുക്കണമെന്ന് ഞാൻ പറയുന്നതിന് എനിക്കൊരു ഡേറ്റ ഉണ്ടല്ലോ. ചുമ്മാ നമ്മൾ പത്തനംതിട്ട ജില്ലയ്ക്ക് വേറെ കാര്യമൊന്നും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂരിലുള്ള രാധാകൃഷ്ണൻ, അദ്ദേഹം ദേവസ്വം മന്ത്രിയായി. അമ്പലത്തിൽ പോയി തൊഴുന്ന പോലും ഇല്ലായിരുന്നു, വലിയ വിവാദമായി. തിരുവനന്തപുരത്തുള്ള കടകംപള്ളി സുരേന്ദ്രൻ, ഇതെല്ലാം വേറെ സ്ഥലത്തുള്ള. അവർക്ക് ശബരിമലയുടെ ഒരു വൈകാരികത മനസ്സിലാവണമെങ്കിൽ തീർച്ചയായിട്ടും പഴകുളം മധുവിനെ ആക്കണം. കാരണം അത് റാന്നി പെരുന്നാട് പഞ്ചായത്തിലാണ് അതിരിക്കുന്നത്. മാത്രമല്ല വികസനം കൂടുതൽ നടക്കേണ്ടത് എവിടെയാണ്? ശബരിമലയുടെ പേരിൽ വികസനം നടക്കേണ്ടത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ ആ വികസനം നടന്നാലുള്ളൊരു ഗുണം, കേരളത്തിൽ വൃശ്ചികം 1 മുതൽ വൃശ്ചികം ധനു മകരം 1 വരെയുള്ള ആ ദിവസം 10-40 ദിവസം ഒരു പിൽഗ്രിം ടൂറിസത്തിൻ്റെ ഒരു പീരീഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ള ഖജനാവിൽ പൈസ ഉണ്ടാക്കാന്നേ. കാരണം എന്തോരം ജനങ്ങളാണ്. സൗകര്യങ്ങൾ കൂടിയാൽ ജനങ്ങൾ കൂടും. സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ ട്രെയിൻ ആലോചിക്കണം, ഫ്ലൈറ്റുകൾ അഡീഷണൽ ആലോചിക്കണം. വരുന്നവർക്ക് വളരെ കൃത്യമായ സാനിറ്റേഷൻ സൗകര്യങ്ങൾ. ഈ അമ്പലങ്ങളിലെല്ലാം മറ്റ് ആറ്റുകാൽ കോവിൽ, അവിടെ എല്ലാ ശബരിമലയിൽ ആളുകൾ വരും. ആ ടൂറിസമാക്കി ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പിൽഗ്രിം ടൂറിസം. അപ്പോൾ പിൽഗ്രിം ടൂറിസം എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ടൂറിസം വകുപ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ഇതെല്ലാം പൈസ ഉണ്ടാക്കുന്ന കഥകളാണ്. അപ്പോൾ ആ തരത്തിൽ ശബരിമലയുടെ ഒരു വികസനം സമ്പൂർണ്ണമായി. പിന്നെ വിമാനത്താവളം ആറന്മുള വന്നില്ലെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ എവിടെയെങ്കിലും ശബരിമലയ്ക്ക് എരുമേലി ഇപ്പോൾ വരുന്ന ഒരു കഥ കേൾക്കുന്നുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും നല്ല വിമാനത്താവളവും കൊണ്ടുവന്ന് വളരെ മനോഹരമായ രീതിയിൽ ശബരിമലയ്ക്ക് ഒരു പാക്കേജായി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് പേര് പരിഗണിക്കേണ്ടത് തന്നെയാണ് പഴകുളം മധുവിൻ്റെ. അദ്ദേഹം സീനിയറുമാണല്ലോ. അത് റാന്നി പെരുന്നാട് MLA എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അവിടെ ആര് MLA ആയാലും അതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കോൺഗ്രസ് മനസ്സിലാക്കണം. അതുകൂടെ പറഞ്ഞപ്പോൾ ആ സെഷൻ അവസാനിപ്പിക്കാം. 102 സീറ്റ് എന്ന് പറയുന്നതിൽ ഒരു 75-80 സീറ്റൊക്കെ വെച്ചോളൂ നിങ്ങൾ, അല്ലെങ്കിൽ 85 സീറ്റ് കോൺഗ്രസ് വെച്ചോളൂ. ബാക്കി 15-2 17 അല്ലെങ്കിൽ 20 സീറ്റ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ സീറ്റുകളല്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാത്രം വോട്ട് കൊണ്ടല്ല, UDFൻ്റെ മാത്രം വോട്ട് കൊണ്ടല്ല. അതിൽ പയ്യന്നൂർ UDFൻ്റെ വോട്ട് കൊണ്ടേ അല്ലല്ലോ ജയിച്ചത്. തളിപ്പറമ്പ്, പിന്നെ അതുപോലെ മട്ടന്നൂർ, അവിടെ ഇവിടെ എല്ലാം വോട്ട് കുറഞ്ഞത്. സുധാകരൻ്റെ അമ്പലപ്പുഴ സുധാകരൻ ജയിച്ചത് കൊണ്ടാണ്, കാൻഡിഡേറ്റ് ആയതുകൊണ്ടാണ് ഇപ്പുറത്തൊക്കെ എന്ത് സംഭവിച്ചത്? പല മണ്ഡലങ്ങളിലും കോൺഗ്രസിന് ജയിക്കാൻ പറ്റിയത്. അപ്പോൾ കേരളമാകെ കോൺഗ്രസ് ജയിക്കുന്നത് ഒരു 10-17 മണ്ഡലങ്ങളിലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ ഗൗരവമായി മാസമായിട്ട് വോട്ട് ചെയ്തു. എല്ലായിടത്തും വോട്ട് ചെയ്തു, എല്ലാ സ്ഥലത്തും കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം വരുന്നത്. പക്ഷേ 10-17 സ്ഥലത്ത് മാസമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിൽ വരെ വോട്ട് നടന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷത്തിൽ നിൽക്കുന്നവർക്കൊക്കെ വലിയ പ്രതീക്ഷയാണ് ഈ ഗവൺമെൻറ്, വളരെ വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ മന്ത്രിമാരെയും സെലക്ട് ചെയ്യുന്നതാവട്ടെ കേവല ഗ്രൂപ്പ് സമവാക്യങ്ങളോ, ഗ്രൂപ്പ് ഇല്ല ഇപ്പോൾ, എന്നാലും കേവല ജാതി മത സമവാക്യങ്ങളോ പരിഗണിക്കാതെ
ഞാനീ പറഞ്ഞ ചില ഘടകങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ നല്ല പെർഫോമൻസ് കാണിക്കാൻ പറ്റും. അങ്ങനെ പെർഫോം ചെയ്താൽ വീണ്ടും തുടർ ഭരണം വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കഥ. പിന്നെ ഒറ്റ പോയിൻ്റ് പറയണത്, നമ്മളെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ആര് രാജിവെക്കണം? അതൊരു 10-20 കാര്യമുണ്ട്, എല്ലാം കൂടെ ഞാൻ ഇപ്പോൾ പറയണില്ല. എന്ത് ഘടകം നോക്കിയാലും പ്രതിപക്ഷ നേതാവ് എന്ത് ചെയ്യണം? പിണറായി വിജയൻ രാജിവെക്കണം. അത് വേറെ ആർക്കെങ്കിലും കൊടുത്ത് പുതിയ തലമുറയെ കൂടി ആ രംഗത്ത് വളർത്തിയെടുക്കണം. അതും കൂടി നമ്മൾ ഇതിൻ്റെ ഭാഗമായി പറഞ്ഞു എന്നേ ഉള്ളൂ.